ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേറിട്ട പഠനം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, നല്ലതും മനോഹരമായിരിക്കുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വേറിട്ട പഠനമെന്ന ഈ പ്രോഗ്രാമിൽ കൂടി തിരുവചന പഠനത്തോടുള്ള ബന്ധത്തിലായിരിക്കും കർത്താവെ എന്ന് കിട്ടിയാക്കിയ അനുഗ്രഹിക്കായി സ്തോത്രം ചെയ്യുന്നു. കേൾവിക്കരായ എൻ്റെ മക്കളെല്ലാം അനുഗ്രഹിക്കും ആസ്വർഗം ചെയ്യുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിപ്പനടിയനെ ബലപ്പെടുത്തണം. ദൈവനാമം മഹത്വം എടുക്കണം. പ്രാർത്ഥനയ്ക്കുള്ള സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേറിട്ട പഠനമെന്ന ഈ പ്രോഗ്രാമിൽ കൂടി ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത പ്രകാരമുള്ള ഈ തിരുവചന പഠനം ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. മുഖവര കൂടാതെ നമുക്ക് ഇന്ന് തിരുവചന പഠനത്തോട് നമുക്കായിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വാക്യം 111 സങ്കീർത്തനം, അതിൻ്റെ 11 വാക്യമാണല്ലോ. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് എന്നുള്ള വാക്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനിടയായി തീർന്നു. യഹോവ ഭക്തനെക്കുറിച്ചും യഹോവ ഭക്തിയെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളും നന്മയൊക്കെ നമുക്ക് ചിന്തിക്കാനിടയിൽ തീർന്നു. അതിനുശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് ജ്ഞാനം എന്നുള്ള പദത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ജ്ഞാനത്തെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ അല്പമായി ചിന്തിക്കുവാനിടയായി തീർന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ആ ജ്ഞാനത്തിൻ്റെ ബാക്കി ഭാഗമായിരിക്കുന്ന 1-2 ചില കാര്യങ്ങളോട് സൂചിപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി നമുക്കൊരു വാക്യം ഇന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15-ാമത് വാക്യം നമുക്കൊന്ന് വായിക്കാം. 5-ാം അധ്യായം 15-ാമത് വാക്യം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. വായിച്ചതിങ്ങനെയാണ്: ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളും ലേഖനത്തെക്കുറിച്ചൊന്നും പറയാൻ ഇപ്പോൾ സമയമെടുക്കുന്നില്ല. നമ്മുടെ വിഷയം ജ്ഞാനം എന്നുള്ളതാണല്ലോ. അതിൻ്റെ ബാക്കി ഭാഗം ഇന്ന് അല്പമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വായിച്ചു കേട്ടത് അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ എന്നാണ്. അപ്പോൾ ജ്ഞാനികളായിട്ട് ആയിത്തീരണം, ജ്ഞാനിയായിത്തീരണം എന്നുള്ളതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ജ്ഞാനി ആരാണ് എന്നുള്ളതാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. ജ്ഞാനി ആരാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത് ജ്ഞാനം എന്താണ്, അത് എപ്രകാരം നമ്മിൽ വെളിപ്പെടുന്നു, ആ ഉയരത്തിലെ ജ്ഞാനം എങ്ങനെ ലഭിക്കും എന്നുള്ളതാണ് നാം ചിന്തിച്ച് നിർത്തിയിരിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കുന്നത് ജ്ഞാനി ആരാണ്. നമുക്ക് 1-2 വേദവാക്യം വായിക്കാം. വിശുദ്ധ ബൈബിളിൽ നിന്നും ചില വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ജ്ഞാനി ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ജ്ഞാനികളായിട്ട് ഒത്തിരി പേരെ നമുക്ക് നമ്മുടെ ദൃഷ്ടിയിലൊക്കെ കാണാൻ സാധിക്കും. ജ്ഞാനി എന്ന് പറയപ്പെടുന്നത് നല്ല വിദ്യാഭ്യാസമുള്ളവരും അങ്ങനെ അറിവൊക്കെ സമ്പാദിച്ചിരിക്കുന്ന അനേകരെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ജ്ഞാനി ആരാണ് എന്നുള്ളതാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. അതിനാധാരമായി നമുക്ക് വായിക്കാം സദൃശവാക്യങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം
8-ാമത് വാക്യം. സദൃശം 14-ന്റെ 8-ാം വാക്യം. വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം, ചതിക്കുന്നതോ ഭോഷന്മാരുടെ ഭോഷത്വം. വായിച്ചു കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം. അപ്പോൾ ജ്ഞാനി ആര് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പോയിൻ്റ്, അല്ലെങ്കിൽ ഒന്നാമത് നാം എഴുതേണ്ടത് ഒന്നാമത്തെ പോയിൻ്റ്, വഴി അറിയുന്നവൻ. വഴി അറിയുന്നവൻ ജ്ഞാനി. സദൃശവാക്യം 14-ന്റെ 8-ാമത് വാക്യം. എന്താണ് വഴി അറിയുക എന്ന് പറഞ്ഞാൽ? വഴി എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത്, നമുക്കെല്ലാവർക്കും വഴികളെക്കുറിച്ച് അറിയാം. 2 സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് വഴി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റോഡ്, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2 സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അത് ചെറിയ വഴികളുണ്ട്, വിശാലമായിരിക്കുന്ന വഴികളുണ്ട്, ദീർഘദൂരം യാത്ര ചെയ്യേണ്ട വഴികളുണ്ട്. അങ്ങനെ നമുക്ക് ഈ ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുമെന്നാൽ ഇവിടെ നിന്ന് വായിച്ചു കേട്ടിരിക്കുന്ന വഴി അറിയുന്നവൻ, ഇവിടുത്തെ ആത്മീയമായി ചിന്തിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വഴി എന്ന് പറയുന്നത് ജീവിത പ്രമാണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജീവിത പ്രമാണം എന്ന് പറയുമ്പോൾ തിരുവചനത്തിൽ നാം ജീവിക്കേണ്ടതായിരിക്കുന്ന നിയമവശങ്ങളും അതിന് നമുക്കൊരു പ്രമാണം തന്നിട്ടുണ്ട്. ആ പ്രമാണം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മളിങ്ങനെ ചിന്തിച്ചുള്ളത്, നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ. ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു അല്ലേ? നേരായി നടക്കുന്നവരെ നമ്മൾ സ്റ്റഡിയായിട്ട് നടക്കുന്നതിനെക്കുറിച്ചല്ല, ജീവിതത്തിൽ ആ ക്രമീകരിക്കപ്പെട്ട രീതിയിൽ എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ അടിസ്ഥാനപ്പെട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. അതേ അർത്ഥം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ചിന്തിക്കുവാൻ കഴിയുന്ന വഴി അറിയുന്നവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഒരു വഴിയുണ്ട്, ദൈവഹിതത്തിൽ ഉള്ള ഒരു ക്രമീകരണമുണ്ട്. അത് ദൈവസന്നിധിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് അത് കണ്ടുപിടിക്കുകയും ദൈവഹിതമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ആത്മീയ ഭൗതികമായിരിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളും ദൈവഹിതപ്രകാരം ക്രമീകരിക്കപ്പെടുന്നതിനെയാണ് വഴി അറിയുന്നവൻ എന്ന് പറയുന്നതിന് വാക്യത്തെക്കുറിച്ച് അർത്ഥമാക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്, മനുഷ്യൻ പാപം ചെയ്ത് അകന്നുപോയി വഴി അറിയാൻ കഴിയാതെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ അകന്നുപോയ മനുഷ്യജാതിയെ തന്നോട് അടുപ്പിക്കേണ്ടതിന് ദൈവം തന്നെ ഒരു വഴി പ്ലാൻ ചെയ്തു കൊടുത്തു. ആ വഴിയായിരിക്കുന്നവൻ ഈ ലോകത്തിൽ വരുവാനിടയായി തീർന്നു. അവൻ വന്നു, വളർന്നു, പ്രവർത്തിച്ചു. തൻ്റെ പ്രവർത്തന സമയത്ത് താൻ ലോകത്തോട് വിളിച്ചു പറയുവാൻ ഇടയായിത്തീർന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നില്ല. അപ്പോൾ ആ വഴിയായിരിക്കുന്നവന്, അതായത് യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് ഒരു ജ്ഞാനി എന്ന് പറയുന്ന വ്യക്തിയുടെ, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, വായിച്ചു കേട്ടത്, വഴി അറിയുന്നവൻ ആര്? ജ്ഞാനിയാണ്. ഈ ലോകത്തിലെ ജ്ഞാനം കൊണ്ട് ഒരു പ്രയോജനം നമുക്ക് ഇല്ല. അത്യാവശ്യം വിദ്യാഭ്യാസത്തിൽ നമ്മുടെയൊക്കെ ജോലി കിട്ടുവാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന മാത്രമല്ല, അത് മാത്രമേ അതിൽ നിന്ന് ലഭ്യമായി തീരത്തുള്ളൂ. എന്നാൽ വിശുദ്ധ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമുക്ക് ചില ബുദ്ധികളെ തുറന്നു തരുവാനും ആ അറിവനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടുവാൻ ഇടയായിത്തീരുന്നു. അത് തിരിച്ചറിയുന്നവൻ്റെ പേരാണ് ജ്ഞാനി എന്ന് പറയുന്നത്. അതാണ് ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വഴി അറിയുന്നവൻ ജ്ഞാനി എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത് നാം എഴുതേണ്ടത്, രണ്ടാമത്തെ പോയിൻ്റ്, ആരാണ് ജ്ഞാനി? സത്യദൈവത്തെ അറിയുന്നവൻ ജ്ഞാനിയാണ്. സത്യദൈവത്തെ അറിയുന്നവൻ. 1 യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായം 20-ാമത് വാക്യം ഇങ്ങനെ വായിക്കുന്നു. 1 യോഹന്നാൻ 5-ാം അധ്യായം 20-ാമത് വാക്യം.
ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അതായത് സത്യദൈവത്തെ അറിയുന്നവൻ ജ്ഞാനിയാണ്. മുമ്പെന്ന വാക്യം പറഞ്ഞല്ലോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അല്ലേ. അപ്പം സത്യമായിരിക്കുന്ന സത്യദൈവത്തെ അറിയുന്നത് തന്നെയാണ് ജ്ഞാനത്തിൻ്റെ ലക്ഷണം. അല്ലെങ്കിൽ അവൻ ജ്ഞാനിയായി തീരുവാൻ ഇടയായിത്തീരും. ആ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം നമ്മളിലേക്ക് പകരപ്പെടുമ്പോൾ നമുക്ക് ജ്ഞാനം സമ്പാദിക്കപ്പെടുവാനിടയായിത്തീരും എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നാം ചിന്തിക്കുമ്പോൾ, ദൈവത്തെ അറിയാത്തവർ, ഇവിടെ വായിച്ചു കേട്ട് സത്യദൈവത്തെ അറിയുന്നവൻ ജ്ഞാനി ആണെങ്കിൽ, സത്യദൈവത്തെ അറിയാത്തവരെ ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത്? ദൈവം അവരോട് ഇടപെടുന്നത് ഒരു 3 വിധത്തിൽ അവരോട് ഇടപെടുന്ന വിധത്തെക്കുറിച്ച് റോമാലേഖനം 1-ാം അധ്യായം 10 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വിശാലമായിരിക്കുന്ന ഒരു ചില കാര്യങ്ങൾ 1-ാം അധ്യായം 10 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു 3 വാക്യം, അതായത് 1-ൻ്റെ 24, 1-ൻ്റെ 26, 1-ൻ്റെ 28 വാക്യം, 24, 26, 28 വാക്യങ്ങളിൽ ചില കാര്യങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ അധ്യായത്തിൽ സവിസ്താരമായി പല കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ 3 വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സത്യദൈവത്തെ അറിയാത്തവരെ ദൈവം ഇടപെടുന്ന വിധം, ദൈവം അവരോട് എങ്ങനെ അതേക്കുറിച്ച് പ്രതികരിച്ചു എന്നുള്ളതാണ് ഈ ഭാഗങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് 3 വിധത്തിൽ അവിടെ പ്രത്യേകമായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. 24-ാമത് വാക്യം, റോമാലേഖനം 1-ാം അധ്യായം 24-ാമത് വാക്യം അവിടേക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നു, അശുദ്ധിക്ക് ഏൽപ്പിച്ചു. 26-ാം വാക്യം അപമാന രാഗങ്ങളിൽ ഏർപ്പെടുത്തി. 28-ാം വാക്യം നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു എന്ന് വായിക്കുന്നു. 24 വാക്യം എന്ന് വായിക്കുന്നു, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനമാക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. 26-ാമത് വാക്യം, അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. 28-ാമത് വാക്യം, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ഉണ്ടോ? ദൈവത്തെ പരിജ്ഞാനത്തിൽ, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് അവർക്കിഷ്ടമല്ല. അതുകൊണ്ട് അതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് വായിക്കുന്നത്. അല്ലെങ്കിൽ ഏൽപ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവം അവരോട് ഇടപെടുകയാണ്. ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന മനുഷ്യരോട് ദൈവത്തിൻ്റെ പ്രതികരണം, ദൈവം അവരോട് ഇടപെട്ട ഭാഗമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 അശുദ്ധിക്ക് ഏൽപ്പിച്ചു, അപമാന രാഗങ്ങളെ ഏർപ്പെടുത്തി, നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ദൈവത്തിന് അവരോട് ഇടപെടുവാൻ ദൈവം എടുത്ത ഒരു രീതിയാണ് ഇവിടെ നാം വായിച്ചു കേട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അർത്ഥം, അതെല്ലാം വിട്ട് കളഞ്ഞതിന് ശേഷം ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് സത്യദൈവത്തെ അറിയുന്നവൻ ആയിത്തീർന്നു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മോടുള്ള ഇഷ്ടവും ദൈവത്തിന് നമ്മോടുള്ള സ്നേഹവും വെളിപ്പെടുവാനിടയായിത്തീരും. അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? സത്യദൈവത്തെ അറിയുന്നവനും സത്യദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവനും സത്യദൈവത്തെക്കുറിച്ച് പഠിക്കുന്നവനൊക്കെ തീരുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നാം ചിന്തിച്ചത്, ജ്ഞാനി ആരാണ്? സത്യദൈവത്തെ അറിയുന്നവൻ ജ്ഞാനി ആണെന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥമെന്ന് പറയപ്പെടുന്നത്. അടുത്തത് നാം എഴുതേണ്ടത് 3-ാമത്തെ ഭാഗം. ജ്ഞാനി ആരാണ്? കാലത്തെ വിവേചിക്കുന്നവൻ ജ്ഞാനി. കാലത്തെ വിവേചിക്കുന്നവൻ ജ്ഞാനി എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാക്യം വായിക്കാം.
ലൂക്കോസ് 12:55 വാക്യം, 54 മുതൽ വായിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 12:54 മുതൽ. പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ണം ഉണ്ടാകും എന്നും പറയുന്നു. അത് സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്ക് അറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ? ന്യായമായത് എന്തെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കാത്തതും എന്ത്? ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അവിടെ. ബാക്കി ഭാഗങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പടിഞ്ഞാറുന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് പറയുന്നു. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ണമുണ്ടാകും എന്ന് പറയുന്നു. പക്ഷെങ്കിൽ എന്താണ് ഈ കാലഘട്ടത്തെ വിവേചിപ്പാൻ നിങ്ങൾക്ക് കഴിയാത്തതെന്ത് എന്നാണ് കർത്താവ് ചോദിച്ചതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത് എന്തുവാണ്, അല്ലെങ്കിൽ ഈ കാലം എന്താണ് അതിൻ്റെ പ്രത്യേകത? വിശുദ്ധ ബൈബിളൊക്കെ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. ഞാനത് മറ്റ് വിഷയങ്ങളിലേക്ക് വരുന്നത് കൊണ്ട് തൽക്കാലം അതെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് കർത്താവ് പറയുന്നു, അവരോട് ചോദിക്കുന്നു, എന്നാൽ ഈ കാലഘട്ടത്തെ വിവേചിക്കണം. ഈ കാലഘട്ടം എന്താണ്? അതിനെ വിവേചിച്ച് അറിഞ്ഞ് സത്യദൈവത്തെ ആരാധിക്കുന്നവരായി സത്യദൈവത്തെ മനസ്സിലാക്കുന്നവരുമായി തീരുവാനാണ് ദൈവം നമ്മോട് ബുദ്ധി ഉപദേശിക്കുന്നത്. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. സഭാപ്രസംഗി പുസ്തകം 3-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ആ ഖണ്ഡികയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലം ഉണ്ട്. ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം. ഇങ്ങനെ പല കാര്യത്തിനും ഓരോ കാലഘട്ടം, ഒരു സമയം വെച്ചിട്ടുണ്ടെന്ന് ഞാൻ അയക്കുന്ന ഈ പുസ്തകത്തിൽ, സഭാപ്രസംഗ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അല്ലേ. അപ്പോൾ എല്ലാറ്റിനും ഒരു സമയമുണ്ട് എന്ന് നമുക്ക് ഈ പുസ്തകത്തിൽ നമുക്ക് ഈ കണ്ണിയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാലഘട്ടം ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. നമ്മൾ അത് അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. എന്തൊക്കെ ആണെങ്കിലും ഏതൊക്കെ ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തായിരിക്കുന്ന നിമിഷത്തിൽ ദൈവം നമുക്ക് ചില പീരീഡുകൾ തന്നിട്ടുണ്ട്. കഷ്ടം സഹിക്കുവാനും സമ്പാദിക്കുവാനും വിതയ്ക്കുവാനും കൊയ്യുവാനും എല്ലാത്തിനും ദൈവം ഓരോ സമയങ്ങൾ വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ മനുഷ്യൻ അത് മനസ്സിലാക്കുന്നില്ല, അതിനെ വിവേചിക്കുന്നില്ല എന്നുള്ളതാണ് കർത്താവ് മുമ്പേ ലൂക്കോസ് സുവിശേഷത്തിൽ കൂടി നമ്മോട് പറയുവാനിടയായി തീർന്നിരിക്കുന്നത്. അപ്പം കാലത്തെ വിവേചിക്കുന്നവൻ ആരാണ്? ജ്ഞാനി ആണെന്നാണ് ഈ തിരുവചനം നമ്മെ സൂചിപ്പിക്കുന്നത്. നമുക്ക് മറ്റൊരു വേദവാക്യം കൂടെ വായിക്കാം. സഭാപ്രസംഗ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 25-ാമത് വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഉറുമ്പ് ബലഹീന ജാതി എങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു. അതിൻ്റെ പുറത്തെ വാക്യം, അത്യന്തം ജ്ഞാനമുള്ളവയായിട്ട് 4 ഉറുമ്പ് ബലഹീന ജാതി എങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതി എങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. വെട്ടിക്കിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. പല്ലിയെ കൈകൊണ്ട് പിടിക്കാം എങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. ഇവിടെ ആദിത്യ ജീവിയെക്കുറിച്ച് പഠിക്കുമ്പോൾ രേഖപ്പെടുത്തിയ ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു. ഉറുമ്പ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആണല്ലോ ഉറുമ്പിനെക്കുറിച്ച്. ആ ഉറുമ്പിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കാൻ തന്നെ ഇവിടെ സദൃശവാക്യത്തിൽ 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മടിയ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കാമെന്ന് രേഖപ്പെടുത്തിയ വചനം സൂചിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിൻ്റെ വഴികളെ നോക്കിയാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. മടിയ 6:6 മടിയ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. അതിൻ്റെ വഴികളെ നോക്കിയാൽ
ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു ധരിക്കുന്നതായ മനുഷ്യന് ചില കാര്യങ്ങൾ പഠിക്കുവാനുണ്ട് എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. എന്താണ് അതിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചേക്കാം. പക്ഷെങ്കിൽ അതിനെ കണ്ടുകൊണ്ട് അതിൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ചില ക്രമീകരണങ്ങൾ, അതിന് ഒരു വേനൽക്കാലം ഉണ്ടാകുന്ന നിമിഷത്തിൽ അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ വേനൽ കഴിഞ്ഞതിന് ശേഷം ഒരു മഴക്കാലം ഉണ്ടാകും. അതിനു മുൻപ് ശേഖരിച്ചു വെക്കേണ്ട ആഹാര പദാർത്ഥങ്ങളൊക്കെ അവരുടെ മാളത്തിൽ കൊണ്ടുവന്ന് ശേഖരിച്ചു വെക്കുവാനിടയായിത്തീരും. ഇങ്ങനെ കാലഘട്ടങ്ങളെ മനസ്സിലാക്കി ആ ചെറിയ ജീവി പോലും, ഒരു ഉറുമ്പ് പോലും അത് ചെയ്യുന്നുണ്ടെങ്കിലും കേവലം അറിവും പ്രാപ്തിയുമുള്ള ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സ്വരൂപത്തിലും ജ്ഞാനത്തിലൊക്കെ സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവമക്കളായിരിക്കും, അല്ലെങ്കിൽ മനുഷ്യർക്ക് ആ കാലഘട്ടത്തെ വിവേചിച്ച് ഒരു ഭാവി തലമുറയെ അല്ലെങ്കിൽ ഭാവിയെ നോക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കപ്പെടുവാൻ സാധിക്കാതെ അവർക്കിഷ്ടമുള്ള രീതിയിൽ മുമ്പ് വായിച്ചു കേട്ടതുപോലെ ദൈവത്തെ അറിയാത്തവരായി അവർ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം, അല്ലെങ്കിൽ ഈ കാലം എന്നാണ് കർത്താവോട് അല്ലെങ്കിൽ വചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നാൽ ചെറിയ ജീവികൾ പോലും അത് മനസ്സിലാക്കിക്കൊണ്ട്, കാലത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടുന്നു എന്നുള്ള പല വാക്യങ്ങൾ പറയുന്നുണ്ട്. ആകാശത്തിലെ പെരുഞ്ഞാറെക്കുറിച്ച് യിരെമ്യാ പ്രവചനം 8-ന്റെ 7-ാം വാക്യം ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് ആ ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായിരുന്നാലും കാലത്തെ വിവേചിക്കുന്നവൻ, ഏത് കാലഘട്ടത്തിലാണെങ്കിലും അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കപ്പെട്ട് ദൈവഹിതപ്രകാരമായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ബുദ്ധി ഉപദേശിക്കുകയാണ്. അതാണ് പാദത്തിൻ്റെ അർത്ഥം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ വായിച്ചു കേട്ടിരിക്കുന്നത് കാലത്തെ വിവേചിക്കുന്നവൻ ജ്ഞാനി. അപ്പം ഈ കാലം എന്ന് പറയപ്പെടുന്നത് ഈ ഉറുമ്പും അങ്ങനെ കാലഘട്ടങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടുന്ന പോലെ തന്നെ നമുക്കും ഈ കാലഘട്ടങ്ങളിൽ ഈ കാലം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഒരു വാക്യമായിട്ട് ചിന്തിച്ചത് ഇങ്ങനെയാണല്ലോ. എഫ് ലേഖനം 5:15 നാം വായിച്ചു. അതിൻ്റെ 16-ാമത് വാക്യം, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഉപയോഗിച്ചു കൊള്ളുവിൻ. അപ്പം ഈ കാലഘട്ടം എന്ന് പറയപ്പെടുന്നത് ഇത് അന്ത്യകാലമാണ്. അത് ദുഷ്കാലമാകുകയാണ്. പിന്നെ ഒത്തിരി കാലത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അതെടുക്കാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിലും 1-2 ഭാഗം പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് അന്ത്യകാലം, 2 തീമോഥെയോസ് 3:1 വായിക്കുമ്പോൾ ഇത് അന്ത്യകാലമാണ്, ഇത് ദുഷ്കാലമാണ്. എഫെസ്യർ 5:14 വായിക്കുമ്പോൾ ഇത് ദുഷ്കാലമാണ്. ഈ കാലഘട്ടത്തെയൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, പിന്നെ ഇത് പരീക്ഷാകാലമാണ്. നമുക്ക് ഏറ്റവും അവസാനം പറയുന്നു നിനക്കൊരു സന്ദർശന കാലമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അന്ത്യകാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് പറയുന്നു ലൂക്കോസ് സുവിശേഷം 19:43 വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിനക്കൊരു സന്ദർശന കാലമുണ്ട്. അപ്പോൾ ഈ കാലഘട്ടങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നാം ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തെ അറിയുന്നവരായി തീരുവാൻ, ദൈവജ്ഞാനം പ്രാപിക്കപ്പെടുവാൻ ദൈവം നമ്മെക്കുറിച്ച് ബുദ്ധി ഉപദേശിക്കുന്നു, നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ നാം ചെയ്യേണ്ടത് ദൈവത്തിനെ പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവിതത്തെ ക്രമീകരിക്കപ്പെടുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നാം ചെയ്യേണ്ടത് എന്താണ്? കാലത്തെ മനസ്സിലാക്കാം. ചെറിയ ജീവി ഭരിക്കുന്ന ആ ഉറുമ്പ് പോലും വേനൽക്കാലത്ത് അതിനാഹാരം സമ്പാദിച്ചു വെക്കുന്നെങ്കിൽ നമുക്കും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണെന്ന് ആ പദത്തിൻ്റെ ഒക്കെ അർത്ഥം. ഇപ്പോൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കാലത്തെ വിവേചിക്കുന്നവൻ ജ്ഞാനി ആണെന്നാണ് പറഞ്ഞത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ ഈ ക്ലാസ് ഞാൻ 1-2 കൺക്ലൂഷൻ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. നാം ഈ കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ജ്ഞാനം അല്ലെങ്കിൽ ജ്ഞാനി ആരാണ്, ഈ ജ്ഞാനം എങ്ങനെ ലഭിക്കും? യാക്കോബിന്റെ ലേഖനം 1:5 നമ്മൾ വായിക്കാനിടയായി തീർന്നല്ലോ എങ്ങനെ ലഭിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ ആ ജ്ഞാനം ലഭിക്കുന്ന ആ ജ്ഞാനി ആരാണ്? ഒന്ന്, വഴി അറിയുന്നവൻ ജ്ഞാനിയാണ്. രണ്ടാമത് നാം ഇന്ന് ചിന്തിച്ചത് എന്താണ്? സത്യദൈവത്തെ അറിയുന്നവൻ ജ്ഞാനിയാണ്. മൂന്നാമത് നാം ചിന്തിച്ചത് കാലത്തെ വിവേചിക്കുന്നവൻ ജ്ഞാനിയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇത് അന്ത്യകാലഘട്ടമാണ്, ഇത് ദുഷ്കാലമാണ്, ഇതിൽ നമുക്കൊരു സന്ദർശന കാലമുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ അറിയുന്നവരായി തീരുവാൻ ഈ വചന പഠനം നിങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു തീരുമാനമെടുക്കണം. എന്താണ്? ഈ ജ്ഞാനം ഞാൻ പ്രാപിക്കും. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് എന്നാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്ത് നിന്ന് ഇനിയും ചില കാര്യങ്ങൾ തുടർന്ന് ഒന്ന് രണ്ട് ക്ലാസ്സുകളിലും കൂടെ ആ വാക്യത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ടും പഠിക്കുവാനായിട്ടുമുണ്ട്. ദൈവം നമുക്ക് സന്ദർഭോചിതമായി അവസരങ്ങൾ ഒരുക്കി തരട്ടെ. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ജ്ഞാനി ആരാണ്. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളും ഒരു ജ്ഞാനിയായിത്തീരണം, നമ്മൾ ജ്ഞാനം പ്രാപിക്കണം. അതുകൊണ്ട് തിരുവചനം വായിക്കുകയും പഠിക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വഴി അറിയുന്നവനായിട്ട് തീരുവാൻ, സത്യദൈവത്തെ അറിയുന്നവനായി തീരുവാൻ, കാലത്തെ വിവേചിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിനായി അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കപ്പെടുവാൻ കർത്താവ് നമുക്ക് അവസരങ്ങളെ ഒരുക്കി തരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലതും മനോഹരമായിരിക്കുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. തിരുവചന പഠനത്തിലുള്ള ബന്ധത്തിൽ ഇന്ന് ഞങ്ങളായിരുന്നുള്ള കർത്താവേ, അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കേൾവികരായ നിൻ്റെ മക്കളെല്ലാം കർത്താവെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതവരുടെ ഹൃദയത്തിൽ കർത്താവെ അതൊരു നല്ലൊരു വിത്തായി വളർന്നു വരുവാൻ, അത് മുളച്ചു വരുവാൻ, അതവരുടെ ജീവിതത്തിൽ ക്രമീകരിക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ കർത്താവെ. അവരെ നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുനാമം മഹത്വം എടുക്കണം. പ്രാർത്ഥനകൾ സ്തോത്രം സകലം യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.